അതായത് പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ വന്നു. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. അയാൾ വന്നിട്ട് പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങൾക്ക് നന്മ ഉപദേശിക്കാൻ വേണ്ടി വന്ന ആ ദൂതന്മാരായ ആളുകളെ നിങ്ങൾ അനുസരിക്കുകയും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരാൾ അങ്ങനെ ഉപദേശിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി ദാലിക അദ്അഫുൽ ഈമാൻ. ഒരാൾ ഒരു തിന്മ കണ്ടാൽ ആ തിന്മയെ അയാൾക്ക് കൈ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് തടയാം. ഇനി അത് കൈ കൊണ്ട് തടയാൻ പറ്റില്ല. ഇന്ന് ഒരുപാട് തിന്മകൾ നമുക്ക് ചുറ്റും കാണുകയാണ്. അപ്പോൾ ആ തിന്മകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൈ കൊണ്ട് തടയാൻ പറ്റില്ല. നമ്മുടെ മോൻ്റെ കല്യാണത്തിന് വേണ്ടാധീനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പോയി കൈ കൊണ്ട് തടഞ്ഞാൽ മോൻ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കൂലേ? ഇയാൾ പോടേന്ന് പറയും. കൂടുതൽ വർത്താനൊന്നും പറയണ്ട, ഈ പോളേ അല്ലേ, അങ്ങനെ പറയും നമ്മളെടുത്ത്. അതാ. അപ്പോൾ അതൊരു വിഷയമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കൈ കൊണ്ട് തടയാൻ പറ്റത്തില്ല. ഫായിസേ, പ്രശ്നങ്ങൾ വീട്ടിൽ, കല്യാണം, കുറേ പേക്കൂത്തുകൾ നടക്കണം, ഡാൻസും ബഹളവും ഒക്കെ നടക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് നിർത്തണമെന്നൊക്കെ പറഞ്ഞ് ചെന്നാൽ ഇയാൾ എവിടെ നിന്ന് വന്നേ പറഞ്ഞ കളവാറ് ഇപ്പോഴേന്ന് പറയും. നമ്മളിവിടെ ചെറുപ്പക്കാർ, പിള്ളേർ, ജൻസി പിള്ളേർ ഇവിടെ അടിച്ച് പൊളിക്കുമ്പോൾ കുറേ കിളവന്മാർ വന്നിട്ട് ഇവിടെ പാട്ട് വേണ്ട, കൂത്ത് വേണ്ട, എവിടെ നിന്നേ ഇറങ്ങി വന്നത്, ഏത് കാട്ടിൽ നിന്ന് വന്നിട്ട് ചോദിക്കും. മുസിനെ ഓട്ടിച്ചു വിടും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് ചെയ്യാവും. എന്താ? മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഫഇൻ ലം യസ്തതി'. നിന്നെ അങ്ങനെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കും. നീ നാക്കുകൊണ്ട് നൈസേടാ മോനെ. നമ്മൾ ഈ നല്ലൊരു കല്യാണമായിട്ട് ഈ പേക്കൂത്തും ബോളമൊക്കെ ആയിട്ട് തുടങ്ങിയ, ഹറാം കൊണ്ട് തുടങ്ങിയ പിള്ളേരൊക്കെ വഴിവഴിച്ചു പോകും. കുടുംബത്തിന് ബറക്കത്തുണ്ടാവില്ല. ജീവിതത്തിൽ പെണ്ടാട്ടി മാപ്പിളയായിട്ട് എന്നും അടിയായിരിക്കും, വീട്ടിലെന്നും പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഈ ബറക്കത്ത് കെട്ട പരിപാടി നിർത്തറാ മോനെ എന്ന് നൈസായിട്ട് അവൻ്റെ അടുത്ത് പറയുക. അബ്ദുള്ളാക്ക, ആൾക്കാരുടെ എന്തെങ്കിലും പറഞ്ഞാൽ നൈസായിട്ട് പറയണം കേട്ടോ. ഇല്ലം ഫബി ഖൽബി. ഇനി അബ്ദുള്ളാക്ക പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? പറയണ്ട. നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കുക. എനിക്കിതിനോടൊന്നും ഒരു ഇഷ്ടമില്ല. ചെയ്യണമാര് ചെയ്യട്ടെ, ആടി പാടി എന്തോ ചെയ്യട്ടെ, എനിക്കിതിനോടൊരു താല്പര്യമില്ല. പക്ഷേ ദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള സ്റ്റെപ്പാണ്. നമ്മളെ ചുറ്റും നമ്മൾ പേക്കൂത്തുകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയാൻ കഴിയാതിരിക്കുക, അങ്ങനെ ഇരുന്നാൽ മതി. പക്ഷേ അത് ഒരു ദുർബലമായ ഈമാനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്.